മരണവീട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അയാളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ്. കാരണം ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും അതെല്ലാം വെറും അടിസ്ഥാനരഹിതമായ പൊള്ളയായ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണെന്ന് പൊതുജന മധ്യത്തിൽ ഒരു സംസാരമുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കോൺഗ്രസ് ഈ ജനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികൾ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അത് നേതൃത്വത്തിന് എതിരോ അതല്ലെങ്കിൽ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയോ അതല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവ് അയാളുടെ പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെയാണ് പി തങ്കച്ചൻ ആദരാഞ്ജലികൾ നേരുകയാണ്. ആദ്യം തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, കോൺഗ്രസിന്റെ മന്ത്രിയായ നേതാവ്, സ്പീക്കർ ആയിരുന്ന നേതാവ്, UDFന്റെ കൺവീനർ ആയിരുന്ന നേതാവ്, ഒരു കാലത്ത് ഇന്ന് സണ്ണി ജോസഫ് ഇരിക്കുന്ന കസേരയിൽ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന നേതാവ്, ഈ നേതാവ് വിട പറഞ്ഞിരിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ ഒരുപാട് പ്രായാധിക്യം കൊണ്ടുള്ള ചില അസുഖങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അവര് ആശുപത്രിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമായിരുന്നു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിക്കുകയുണ്ടായി. ഇന്നലെ ഈ പി തങ്കച്ചന്റെ മരണ വാർത്ത പുറത്തറിഞ്ഞ ഉടനെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. അക്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പി തങ്കച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. KPCC പ്രസിഡന്റായും UDF കൺവീനറായും മന്ത്രിയായും സ്പീക്കറായും ഒക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ച മുതിർന്ന നേതാവ് പി തങ്കച്ചൻ സാറിന് ആദരാഞ്ജലികൾ എന്നാണ് പി തങ്കച്ചന്റെ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത്. നിമിഷങ്ങൾക്കകം 10,000-കണക്കിന് ലൈക്കുകളും കമന്റുകളും നിറഞ്ഞ കമന്റ് ബോക്സും വളരെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ച് നോക്കിയത്. കാരണം നിമിഷങ്ങൾക്കകം തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ 10,000-കണക്കിന് മെസ്സേജുകളാണ്, ഇൻബോക്സിൽ കമന്റുകളാണ് വന്ന് നിറഞ്ഞു കൂടിയത്, കുമിഞ്ഞു കൂടിയത്. അപ്പോ എന്താണ് കമന്റ് ബോക്സിലെ ആളുകൾക്ക് പറയാനുള്ളത് എന്നുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ എതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അത് പൊതുമധ്യത്തിൽ അയാളുടെ സ്വീകാര്യത, അയാളുടെ ആ ഒരു അക്സെപ്റ്റൻസ് അത് എത്രത്തോളം, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ, പൊതുസമൂഹം ഈ ഒരു ആരോപണങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു കോലാഹലങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്കെപ്പോഴും പൊതുജനത്തിന്റെ അഭിപ്രായം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതിന്റെ പുറത്ത് ഈ ഒരു കമന്റ് ബോക്സ് ഞാൻ പരിശോധിച്ച് നോക്കിയതാണ്. അപ്പോഴാണ് അതിന്റെ കമന്റ് ബോക്സിൽ പി തങ്കച്ചന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ ഒരു പടി കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള കമന്റുകൾ നിരവധിയായിട്ട് കാണുന്നത്. ഒട്ടുമിക്ക കമന്റുകളും അത്തരത്തിൽ തന്നെയാണ്. ചില കമന്റുകൾ മാത്രമാണ് പി തങ്കച്ചന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മിക്ക കമന്റുകളും പി തങ്കച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. രാഹുൽ വീട്ടിലിരുന്നാൽ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം താങ്കൾ കോൺഗ്രസ്സുകാരനാണ്. കുനിഞ്ഞു നിൽക്കുന്ന തലയിൽ കാലുകൊണ്ട് ചവിട്ടിക്കയറുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഒരു പ്രേക്ഷകൻ. രാഹുലെ, നീ അനുഭവിച്ച വേദന ഒരിക്കലും തീരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീതിമാനായ മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിനെ ഈ സുന്ദര കേരളത്തിൽ വേട്ടയാടിയത് അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ നീതി കിട്ടി. ഈ അസത്യങ്ങൾ ഒട്ടും താമസമില്ലാതെ തെളിയും. രാഹുലെ, നീ നീതിക്കായി പോരാടുക, ഊർജ്ജസ്വലനായി. രാഹുൽ, step out from the shell you have withdrawn into. The overwhelming support you are receiving is not paid for as some would like to believe. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്, നിങ്ങൾ ഈ
പിൻവലിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സപ്പോർട്ട് അതൊരിക്കലും പെയ്ഡ് അല്ല. അങ്ങനെ ആണെന്ന് വിശ്വസിക്കാൻ ചിലർ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പി തങ്കച്ചന് ആദരാഞ്ജലികൾ നേരുമ്പോൾ തന്നെ പ്രേക്ഷകർ പറയുകയാണ്, പിന്തുണയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മരണ വീട്ടിലും രാഹുലിന് അയാളുടെ തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ഇതിൽ നിന്ന് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുറവിളികൾ അല്ലെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ പ്രവർത്തകർ പറയുന്നതൊക്കെയും അത് നിങ്ങൾക്കെതിരാണെന്ന് അങ്ങനെ വരുത്തി തീർക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് എതിരല്ല, അത് പ്രതിപക്ഷ നേതാവിന് പോലും എതിരല്ല. പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് അത് ഇവിടുത്തെ ഫേക്ക് ഹാൻഡിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് സൈബർ ആക്രമണങ്ങൾ പടച്ചുവിടുന്നത് ഇവിടുത്തെ സഖാക്കളാണ്, DYFI ആണ്, ഇവിടുത്തെ CPM ആണ്. CPMന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകളാണ്. ചിലരൊക്കെ മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് CPMന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയ ചില പശുക്കളാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരാരും സതീശനെതിരെയോ രമേശ് ചെന്നിത്തലക്കെതിരെയോ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളോ നടത്തുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെല്ലാവരും ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവിന്റെ തിരിച്ചുവരവാണ്. കാരണം അയാൾ ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട വ്യക്തിയല്ല എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ അയാളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ അത് കോൺഗ്രസ് പ്രവർത്തകൻ ശിരസ വഹിക്കും, അത് മറ്റൊരു കാര്യം. ബട്ട് അങ്ങനെ ശിരസ വഹിക്കുമ്പോഴും ഓരോ പ്രവർത്തകനും അവന്റെ വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇടം അത് കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതായിരിക്കും, നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ അതിക്രമം നേരിട്ട ഒരു സഖാവ്, ആ സഖാവ് വന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോ മതി പറഞ്ഞത് ഇനി നിർത്ത്, ഇനി ഇവിടെ വീഡിയോ എടുക്കണ്ട, ഇനി ഇത് റെക്കോർഡ് ചെയ്യണ്ട എന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞുകൊണ്ട് ആ സഖാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന, അവിടുന്ന് ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന സഖാക്കൾ, ലോക്കൽ സെക്രട്ടറി അംഗങ്ങൾ വന്നുകൊണ്ട് ആ ദുരനുഭവം നേരിട്ട, മർദ്ദനം നേരിട്ട, പോലീസിന്റെ ക്രൂരമായ ആക്രമണം നേരിട്ട സഖാവിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പോലീസിന്റെ ആക്രമണം നേരിട്ടത് സഖാവാണെങ്കിൽ പോലും സർക്കാരിനെതിരെ വാ തുറക്കരുത്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ക്രൂരത അത് പുറത്തു പറയരുത്. നീ സഖാവാണെങ്കിലും ശരി, നിനക്ക് അടി കിട്ടിയാൽ നീ മോങ്ങിയിട്ട് വീട്ടിലിരിക്കണം എന്നതാണ് CPMന്റെ ലൈൻ. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല. നേതാക്കൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രവർത്തകനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട്. അതാണ് കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കുന്നത്. അപ്പോ പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ ഇത്തരത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വികാരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് നിങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിട്ടോ പ്രതിഷേധങ്ങളായിട്ടോ നിങ്ങൾ അതിനെ കാണേണ്ടതില്ല. അത് പ്രവർത്തകരുടെ അവരുടെ ആഗ്രഹങ്ങളാണ്, അവരുടെ അഭിപ്രായമാണ് എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആദരാഞ്ജലികൾ. പാരസെറ്റാമോളും കഴിച്ച് കിടക്കാതെ ഇറങ്ങി വാടാ മോനെ, ആയിരങ്ങൾ നിന്റെ പിന്നാലെയുണ്ട്, പൊളിച്ചടുക്കണം എല്ലാം, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, അജണ്ടകൾക്ക് നിന്ന് കൊടുക്കരുത് എന്ന് മറ്റൊരു പ്രേക്ഷകൻ. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നിങ്ങൾ നിയമസഭയിൽ ഉണ്ടാകണം, അതിനാണ് പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദിസ് പീരിയഡ് വിൽ സൂൺ ബി ബിഹൈൻഡ് യു, കീപ് യുവർ ഹെഡ് അപ്പ്, ദ സ്ട്രോങ്സ്റ്റ് മോട്ടിവേഷൻ കംസ് ഫ്രം യുവർ ഓൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ പോയി കാണണം, വീട്ടിൽ തന്നെ കുത്തിയിരിക്കല്ലേ എന്ന് മറ്റൊരു പ്രശ്നം. താങ്കൾ എവിടെയാണ്? ഒന്ന് പുറത്തു വരൂ. ആരോപണങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല. അതിനെയെല്ലാം തരണം ചെയ്ത് താങ്കൾ മുന്നോട്ട് വരിക. താങ്കളെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒഴിഞ്ഞു പോയതിനെ പറ്റി ഓർക്കാതിരിക്കുക. ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ച് അത് വിട്ടുകളയുക. നീ തോറ്റു കൊടുക്കരുത്. അതിന് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷേ നീ തിരിച്ചു വരണം, വന്നേ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കോമൺ പീപ്പിൾ വിത്ത് കോമൺ സെൻസ് ആർ ഓൾവേസ് വിത്ത് യു, ശ്രീനിവാസൻ
സിനിമ സ്റ്റോറി റിപ്പീറ്റ്സ് എന്ന് ജോസഫ് കാപ്പന്റെ ആ ഒരു കമന്റ് എനിക്ക് വല്ലാതെ ഒരു കോമൺ പീപ്പിൾ വിത്ത് കോമൺ സെൻസ് ഓർ ഓൾവേസ് വിത്ത് യു, ശ്രീനിവാസൻ സിനിമ സ്റ്റോറി റിപ്പീറ്റ്സ് എന്ന്. അതായത് ശ്രീനിവാസന്റെ സിനിമയിലെ കഥകളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ, അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ശ്രീനിവാസനും ജയറാമും സഹോദരങ്ങളായിട്ട് തിലകന്റെ മക്കളായിട്ടുള്ള ആ സിനിമ. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കണ്ട് ഇതാണ് CPM-ന്റെ സഖാക്കളുടെ ലൈന്, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ അടിച്ച് താഴെയിടാൻ ആദർശപരമായിട്ട് ആശയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുത്തനെ നേരിടാൻ കഴിയാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരുത്തൻ തങ്ങൾക്ക് സഖാക്കന്മാർക്ക് അവൻ പാരയാകും, അവൻ ശത്രുവാകും, അവൻ വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമെന്ന് കാണുമ്പോൾ അയാളെ പിടിച്ച് താഴെയിടാൻ ഇത്തരത്തിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറക്കി വിടുന്ന സഖാക്കളുടെ ഈ കൂട്ടായ്മ ഇത് നമ്മൾ 2016 കണ്ടതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഞാൻ ആവർത്തിച്ച് പല വീഡിയോകളിലും പറയുന്നതാണ്, കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഏറ്റവും മാന്യനായ മുഖ്യമന്ത്രി, ഏറ്റവും നല്ല രീതിയിൽ കേരളത്തെ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടിയാ. ആ ഉമ്മൻചാണ്ടിയെ പിടിച്ച് താഴെയിടാൻ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് അന്ന് കളിച്ച നാടകങ്ങൾ, അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങൾ, ഇന്നും അതേ അവസ്ഥ. രാഹുലിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതിക്കാരെ പോലും ജെന്യുവനായിട്ടുള്ള അല്ലെങ്കിൽ ആക്രമണം ഞങ്ങൾ നേരിട്ടു, എനിക്കാണ് ആ ദുരനുഭവം ഉണ്ടായത്, അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ വന്നു നിൽക്കാൻ ഒരൊറ്റ പരാതിക്കാരിയെ പോലും കണ്ടെത്താൻ കഴിയാതെ സാങ്കല്പിക ഇരകളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും ഈ മാധ്യമങ്ങൾ മാത്രമാണ്. അവരാണ് ഈ കോലാഹലങ്ങൾ അത്രയും സൃഷ്ടിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും സഖാക്കളുടെ കണ്ണിലെ കരടായിരുന്നു. കാരണം അയാളെ നേരിടാനുള്ള അറിവോ കഴിവോ ശക്തിയോ ആശയമോ ആദർശമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയാളെ വേട്ടയാടിയത് എന്ന് നാം മറക്കരുത്. നാം മറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പൊതുജനത്തിന്റെ ഓരോരോ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ജനം കോമൺ സെൻസ് ഉള്ളവരാണ്. ഇവരെ എഴുതി തള്ളാൻ സമയമായിരിക്കുന്നു. ഇവർ എത്രയൊക്കെ അജണ്ടകൾ ഉണ്ടാക്കിയെടുത്താലും എത്രയൊക്കെ സംഗമങ്ങൾ നടത്തിയാലും ആഗോള അയ്യപ്പ സംഗമം മുതൽ ന്യൂനപക്ഷ സംഗമം വരെ ഇവർ എണ്ണി സംഗമങ്ങൾ നടത്തിയാലും ഇനി മുസ്ലിമിന് വേറെ സംഗമം, ക്രൈസ്തവന് വേറെ സംഗമം, അയ്യപ്പന് വേറെ സംഗമം, ബ്രാഹ്മണന് വേറെ സംഗമം, അങ്ങനെ തുടങ്ങി അനവധി സംഗമങ്ങൾ ഇവർ നടത്തിയാലും ഇവർ അടുത്ത തവണ തോറ്റു തുന്നമ്പാറി ഭരണത്തിൽ എത്താൻ കഴിയാതെ താഴെ പോവണം. പിണറായി വിജയൻ ഇരിക്കാൻ കസേരയില്ലാതെ വീട്ടിൽ ഉമ്മറപ്പടിയിൽ കുത്തിയിരിക്കുന്ന അവസ്ഥ കേരളത്തിന്റെ പൊതുജനം കാണണം. ആ കാണണമെങ്കിൽ കോമൺ സെൻസ് ഉള്ള ജനങ്ങൾ തിരിച്ചറിവുണ്ടാവണം എന്നുള്ളതാണ്. അത് മാത്രമാണ്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് മാത്രം തങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിച്ചു പിടിക്കുകയും എതിർപക്ഷത്തിൽ നിന്ന് ആർക്കെങ്കിലും എതിരെ അതും പൊള്ളയായ ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ വേട്ടയാടാൻ മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നടത്തുന്ന കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം അത് ജനത്തിന് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ്.